After they had been reconciled, യോസഫിനെ തിരിച്ചറിഞ്ഞ് അവർ തമ്മിൽ അനുരഞ്ജനപ്പെട്ടതിന് ശേഷം Joseph sends his brothers back to the father in Canaan. കനാനിലുള്ള പിതാവിന്റെ അടുത്തേക്ക് സഹോദരന്മാരെ യാത്ര അയക്കുമ്പോൾ In Genesis chapter 45 verse 24 we read, Joseph turns to his brothers as they set out. He said to them, don't quarrel on the way. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 24 വാക്യത്തിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ യാത്ര അയച്ചുകൊണ്ട് യോസഫ് അവരോട് പറയുന്നത്, നിങ്ങൾ വഴിയിൽ ശണ്ട കൂടരുത് എന്നാണ്. That's a very interesting thing to say. Don't quarrel on the way. വഴിയിൽ നിങ്ങൾ ശണ്ട കൂടരുത്. It's almost as if the Lord Jesus Christ, a New Testament kind of Joseph, looks at his church and says the same thing across all the centuries, all the millennia that the church will walk through history. Don't quarrel on the way. ഒരുപക്ഷെ പുതിയ നിയമത്തിൽ ജോസഫിന് മേലെ കർത്താവ് ദീർഘദർശിയായി മുൻപിലുള്ള വർഷങ്ങൾ, സംവത്സരങ്ങളെ, നൂറ്റാണ്ടുകളെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ വഴിയിൽ ശണ്ട കൂടരുത്. And as believers, as people who have faith in Jesus Christ, we hear him say it again and again, don't quarrel on the way. വിശ്വാസികളായ നാം വിശ്വാസത്തോടെ കർത്താവിനെ ഇന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവൻ ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നല്ല, നിങ്ങൾ ശണ്ട കൂടരുത്. How can we solve this problem of disunity in the church? നമ്മുടെ സഭയുടെ ഉള്ളിലുള്ള അനൈക്യത എന്ന പ്രശ്നത്തെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? How can we find a stronger unity in the church? സഭയുടെ ഉള്ളിൽ കുറേക്കൂടെ ദൃഢമായ ഒരു ഐക്യത നമുക്ക് എങ്ങനെ സംജാതമാക്കാൻ സാധിക്കും? One popular attempt today is to use managerial skills to make people work together. ഇന്ന് സഭകൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു മാർഗം അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഐക്യത സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമമാണ്. We have team building exercises. നമുക്ക് സംഘ നിർമ്മാണ വ്യായാമങ്ങളൊക്കെ ഉണ്ട്. We try to build people together around a common vision and mission. ഒരു പൊതുവായ ദർശനത്തിന്റെയും ദൗത്യത്തിന്റെയും ചുറ്റിൽ ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നാം നടത്താറുണ്ട്. We rally together people under one banner. ഒരു കൊടിയുടെ കീഴിൽ ആളുകളെ നിരത്തിക്കൊണ്ട് നാം ജാഥ നടത്താറുണ്ട്. But all these are bound to eventually disappoint us. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ പരിശ്രമങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് നിരാശാജനകമാണ്. Because according to the Bible, the important truth is the heart of Christian unity is found in God. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ ക്രിസ്തീയ ഐക്യത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് കർത്താവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. We don't create unity, we find it. വാസ്തവത്തിൽ നമ്മൾ ഐക്യത സൃഷ്ടിക്കുകയല്ല, ഐക്യത കണ്ടെത്തുന്നത് മാത്രമേ ഉള്ളൂ. We don't manufacture unity, we accept it as a gift from God. നാം സൃഷ്ടിച്ചെടുക്കുന്ന ഐക്യതയല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ഇതൊരു ദാനമായി നാം സ്വീകരിക്കുക മാത്രമാണ്. My key point this morning is to say that our true unity is found in the Trinity. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പ്രധാനമായും പറയുവാനുള്ള ദൂത് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഐക്യത തൃത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. All across the world, no matter what denomination Christians belong, they all agree on their belief in the Trinity. ലോകമെമ്പാടുമുള്ള സഭാ വിഭാഗങ്ങളിലെല്ലാം പൊതുവെ അവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് തൃത്വത്തിലുള്ള ഉപദേശം, വിശ്വാസം. The Trinity is not a dry doctrine. തൃത്വം എന്ന് പറയുന്നത് വളരെ വരണ്ട ഒരു വിശ്വാസ ഉപദേശമല്ല. It is our very life. ഇത് നമ്മുടെ ജീവിതം തന്നെയാണ്. It is our unity. ഇത് നമ്മുടെ ഐക്യതയാണ്. Let me try to demonstrate this from a case study from the New Testament. പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ചില വ്യക്തിഗത വിവരണങ്ങളിൽ നിന്ന് ഞാൻ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കട്ടെ. In the passage that our brother just read for us, we find that the church prays together to the triune God. ഇവിടെ നാം ആമുഖമായി വായിച്ചു കേട്ട വേദഭാഗത്ത് സഭ ഒരുമിച്ച് കൂടി ത്രിയേക ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നാം കാണുന്നു. The context of this story is the opposition faced by the new church. ഈ സംഭവത്തിന്റെ പിമ്പിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് പുതിയ സഭ, ഉയർന്നു വരുന്ന സഭ നേരിടേണ്ടി വന്ന പീഡനങ്ങളാണ്. Its leaders Peter and John were put in jail. പത്രോസും യോഹന്നാനും
ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ജയിലിൽ അകപ്പെടുത്തുന്ന കാര്യം. The religious leaders forbade them to preach in the name of Jesus. മത നേതാക്കൾ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്നത് അവർക്ക് വിലക്കി. And so the Christian leaders told them, judge for yourselves whether it is right in God's sight to obey you rather than God. അപ്പോൾ പത്രോസും യോഹന്നാനും അവരോട് മറുപടിയായി ചോദിക്കുന്നത്, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീനെന്ന്. For we cannot help speaking about what we have seen and heard. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യത്തെ പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് അവർ ധൈര്യത്തോടെ പ്രസ്താവിക്കും. In Acts chapter 4 verse 23 we read that they reported these events to their own people. അപ്പോസ്തല പ്രവൃത്തി 4:23 നമ്മൾ വായിക്കുന്നത് ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ കൂട്ടുവിശ്വാസികളോട് സഹവിശ്വാസികളോട് വിവരിക്കുന്നതായിട്ടാണ്. And then we read in verse 24 that together they raised their voices in prayer to God. തുടർന്ന് 24-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടാണ്. What else could they have done? അവർക്ക് വേറെ എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? In situations like this, our first response as Christians is to pray. നമ്മളെ ഞെരുക്കുന്ന, പീഡിപ്പിക്കുന്ന, നമുക്ക് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തെ മാർഗം ദൈവത്തെങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നതാണ്.